സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു പീസ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും 2 മുട്ട ബോയിൽ ചെയ്തിട്ട് അതും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മയോണൈസ്, 2 ടീസ്പൂൺ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സ് ഈ ബ്രെഡിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈവനിങ് സ്നാക്സ് ഒക്കെ ആക്കിയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിത് റെഡിയാക്കുന്നത് ഇതാ സാൻഡ്വിച്ച് മേക്കറിലാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പാനിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ബ്രെഡും അതിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും സാൻഡ്വിച്ച് മേക്കർ ആകുമ്പോൾ ഇതാ നമ്മൾ സാൻഡ്വിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാനിലും ചെയ്തെടുക്കാം. പാനിൽ ചെയ്താലും ഇത് അതുപോലെ തന്നെ ചീസൊക്കെ മെൽറ്റായി റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത്